ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. മാർച്ച് 5-ാം തീയതി മുതൽ നമ്മുടെ SSLC പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കിൻ്റെ വെയിറ്റേജുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. സോഷ്യൽ സയൻസിൽ നിങ്ങൾ കുറേ അധികം ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്, ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര ക്വസ്റ്റ്യൻസ് അല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ 4 മാർക്കല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ കടക്കാം. എന്താണ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമാനിസം ആണ്. ഹ്യൂമാനിസത്തിൽ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ഓരോ ചാപ്റ്ററിൻ്റെ നേരെയും മാർക്കിൻ്റെ വെയിറ്റേജ് നിങ്ങളൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. രണ്ടാമത്തെ ചാപ്റ്റർ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ഉള്ളൂ. ഓക്കെ, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ നമുക്ക് ചോദിക്കുകയുള്ളൂ. അതായത് അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ചാപ്റ്റർ പല കുട്ടികളും എന്ത് ചെയ്യുന്നറിയോ, ഈ സോഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ സമയമെടുത്ത് നിങ്ങൾ പഠിക്കും. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഏത് ചാപ്റ്ററിനാണോ വെയിറ്റേജ് കൂടുതൽ ആ ചാപ്റ്റർ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഓരോ ലുക്ക് ആൻഡ് കോർണറിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അതുപോലെ വെൽത്ത് ആൻഡ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസിയിൽ നിന്ന് 4 മാർക്കാണ്. മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡത്തിൽ നിന്ന് 6 മാർക്കാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ വെയിറ്റേജ് കൂടി വരുന്നതാണ് അല്ലേ, മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്നത്. യെസ്. ഇനി അതുപോലെ തന്നെ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്നതിൽ നിന്ന് 4 മാർക്ക്. ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 6 മാർക്ക്. നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം 3 മാർക്ക്. വെതർ ആൻഡ് ക്ലൈമറ്റ് ജോഗ്രഫിയിലെ ചാപ്റ്റർ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഇനി അതുപോലെ തന്നെ ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുക. അതുപോലെ തന്നെ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് ദ പെർമ ഫോറസ്റ്റ് ആയിരിക്കും അല്ലേ, ഫ്രോസ്റ്റ്. യെസ്. അപ്പോൾ ഈ ചാപ്റ്റർ ഞാനല്ലല്ലോ സോഷ്യൽ എടുക്കുന്നത്, നിങ്ങൾക്ക് സോഷ്യൽ ടീച്ചറാണല്ലോ എടുക്കുന്നത്. അപ്പം അതിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പം നമുക്ക് വെയിറ്റേജ് കിട്ടിയ സമയത്ത് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്താണ് റെയിനി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എത്ര മാർക്കിന് ചോദിക്കും? യെസ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരും എന്നവർ പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ്, അതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ, ഇനി കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് 4 മാർക്ക്. മണി ആൻഡ് എക്കോണമിയിൽ നിന്ന് 6 മാർക്ക്. ചേഞ്ചിങ് എർത്തിൽ നിന്ന് 6 മാർക്ക്. ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതിൽ നിന്ന് 5 മാർക്ക്. ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റിയിൽ നിന്ന് 4 മാർക്ക്. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യണം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഓരോ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഏത് ചാപ്റ്റേഴ്സ് പഠിക്കുമെന്ന് അറിയോ നിങ്ങൾക്ക്? യെസ്, ഈ 6 മാർക്കാണ് നമുക്ക് മാക്സിമം വന്നിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ 6 മാർക്കിൻ്റെ എന്ത് ചെയ്യും, 6 മാർക്കിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും. ഞാൻ പഠിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 6 മാർക്ക് വന്നിട്ടുള്ള വെയിറ്റേജ് വന്നിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കും. ഈ 6 മാർക്കിൻ്റെ ചാപ്റ്ററുകളിൽ നിന്ന്, 6 മാർക്കിൻ്റെ വട്ടമിട്ട് വെച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഇപ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ പഠിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം സെലക്ട് ചെയ്തു. ആ ഹൈ വെയിറ്റേജ് ഉള്ളതിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ പഠിക്കുക. എനിക്ക് ഏറ്റവും എളുപ്പം വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ വെതർ ആൻഡ് ക്ലൈമറ്റ് പഠിച്ചു. പിന്നെ കുറച്ചും കൂടിയും എളുപ്പമുള്ള ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത്, ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അത് ഞാൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി എത്ര മാർക്ക് കിട്ടി? 12 മാർക്ക് കിട്ടി. ഇങ്ങനെ നിങ്ങൾ ഏറ്റവും ടഫ് കൂടിയ ചാപ്റ്റേഴ്സിലേക്ക് അവസാനം എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം കവർ ചെയ്ത് പോവുക, വെയിറ്റേജ് നോക്കിയിട്ട് മാത്രം. ഓക്കെ, നിങ്ങൾ നേരത്തെ ഒരു വെയിറ്റേജ് കണ്ടൂല്ലേ, 2 മാർക്കിൻ്റെ വെയിറ്റേജ്. ഇതിനൊന്നും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കരുത് ഈ ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് കുറേ നേരം, പല കുട്ടികളുണ്ടാവും കുറേ നേരം എടുത്ത് ഈ ഒരു ചാപ്റ്റർ പഠിക്കും. പക്ഷേ അതിനൊന്നും നിൽക്കരുത്, വെയിറ്റേജ് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. വെയിറ്റേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയം മക്കളാണെങ്കിൽ മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സാവധാനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാത്സിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ വെയിറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യലിൻ്റെ പറഞ്ഞു തന്നു. കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഓൾറെഡി മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ
ഇത്രയും സബ്ജക്ട്സിൻ്റെയാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ കുട്ടികളിലേക്ക് ഇത് എത്തണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളിലേക്കും, മറ്റുള്ള നല്ല പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പം അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. യെസ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം കേട്ടോ. ഇനി മുതൽ നമുക്ക് റിവിഷൻ ആയിരിക്കും. റിവിഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു, ബൈ.